മിഴാവും ചേങ്ങലയും അണിയറയിൽ മയക്കം നടിച്ചു കിടക്കുന്നു. നഗീറിന്റെ പെരുമ്പറ മുഴക്കവും ബാങ്കുവിളികളുടെ ആരോഹണ അവരോഹണങ്ങളും മൗനത്തിൽ ഒളിക്കുന്നു. അപ്പോൾ ഇരിങ്ങാലക്കുടയുടെ നീലനഭസിൽ രണഭേരി മുഴങ്ങുകയായി. വരാനിരിക്കുന്ന മത്സരപ്പോറ്റിന്റെ കൊമ്പുവിളി. ജനപക്ഷം 2025. 651 പുരുഷ വോട്ടർമാരും 691 സ്ത്രീ വോട്ടർമാരുമടക്കം 1342 വോട്ടർമാരുള്ള 25-ാം വാർഡായ കണ്ടേശ്വരം വാർഡ് ജനറൽ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു. വടക്ക് കൊരുമ്പുകാവ് മുതൽ മാക്കുണ്ണി ശിപ്പായി റോഡ്, താണിശ്ശേരി ചേലൂർ റോഡ് വഴി വടക്കോട്ട് റേഷൻ കട വരെയും അവിടെ നിന്നും കിഴക്കോട്ട് ശ്രമദാൻ റോഡ് വരെയും കിഴക്ക് ശ്രമദാൻ റോഡ് KSRTC വരെയും തെക്ക് KSRTC മുതൽ കണ്ടേശ്വരം റോഡ് വഴി വിഘ്നേശ്വര അമ്പലത്തിന്റെ സമീപമുള്ള റോഡ്, ഫാത്തിമ മാതാ ചാപ്പൽ വഴി കണ്ടേശ്വരം റോഡ് വഴി വടക്കോട്ട് ബ്രഹ്മകുളങ്ങര അമ്പലം വഴി കിഴക്കോട്ട് കണ്ടേശ്വരം റോഡ് വഴി പടിഞ്ഞാട്ട് സൗത്ത് അമേരിക്കൻ കെട്ട് റോഡ് പടിയൂർ പഞ്ചായത്ത് അതിർത്തി വരെയും പടിഞ്ഞാറ് കാർളം പടിയൂർ പഞ്ചായത്ത് അതിർത്തി കുട്ടാടൻ പാടം വരെയുമാണ് അതിർത്തി. LDF സ്ഥാനാർത്ഥിയായി അതുൽ ജയൻ, NDA സ്ഥാനാർത്ഥിയായി E ഉണ്ണികൃഷ്ണൻ, UDF സ്ഥാനാർത്ഥിയായി പ്രവീൺ ഞാറ്റുവെട്ടി, സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി രാധാകൃഷ്ണൻ കാട്ടുപറമ്പിൽ എന്നിവരാണ് ജനവിധി തേടുന്നത്. തെരഞ്ഞെടുപ്പിൽ പ്രധാനമായിട്ട് നമുക്ക് വികസനം ആണ് പ്രധാനം. നമുക്ക് നമ്മുടെ റോഡുകളും പ്രധാനമന്ത്രി തന്നെ പ്രത്യേകിച്ച് വനിതകൾക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങാനാണ് മുന്നോട്ട് വരിക എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല നമുക്ക് വീടുകളിൽ ചെല്ലുമ്പോൾ അറിയാം അവർക്ക് മതിയായ വരുമാനത്തിൻ്റെ ലഭ്യതക്കുറവ് ഉണ്ട് എന്ന് നമുക്ക് നേരിട്ട് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ആ നമ്മുടെ വാർഡ് വലിയൊരു വാർഡാണ്. അപ്പോൾ 3 മേഖലകളായി തിരിച്ചുകൊണ്ട് വനിതകളെ പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് അവർക്ക് തൊഴിൽ സംരംഭങ്ങളിലേക്ക് അവരുടെ കൈകളിലേക്ക് വരുമാനം കിട്ടാവുന്ന പദ്ധതികൾ കൊണ്ടുവരിക എന്നതാണ് ഏറ്റവും വലിയ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. അതിലൂടെ അവരുടെ ജീവിതമാർഗം മെച്ചപ്പെടുത്തുക. നഗരസഭ നല്ല രീതിയിലായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കേവല ഭൂരിപക്ഷം മാത്രമുള്ളത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ മാത്രമാണ് അതിൽ അനുഭവിച്ചിട്ടുള്ളത്. പല പദ്ധതികളും നമുക്ക് സമയബന്ധിതമായി തന്നെ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് പൊതുവെ ആരോഗ്യരംഗത്തായാലും അതുമാതിരി പൊതുമരാമത്ത് മേഖലയിലായാലും എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് നമ്മുടെ ഭരണം കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നിലവിൽ നമ്മുടെ മഴ പെയ്യുമ്പോൾ തന്നെ പല വീടുകളിലേക്കും കയറി പോകാൻ പറ്റാത്തൊരു അന്തരീക്ഷം നമുക്കറിയാം. അതാണ് ആ റോഡുകൾ ഏറ്റവും ആദ്യം തന്നെ മെച്ചപ്പെടുത്തുക, അവരുടെ ഗതാഗത യോഗ്യമാക്കി വീടുകളിലേക്ക് കടന്നു പോകാൻ ഗതാഗത യോഗ്യമാക്കുക എന്നതാണ് പ്രധാനമായി നമ്മൾ മുന്നോട്ട് വയ്ക്കുക. പ്രധാന വിഷയങ്ങളിൽ ഒന്നാണ് കണ്ടേശ്വരത്ത് സ്ഥിതി ചെയ്യുന്ന പാർക്ക്. അതിൽ ഇപ്പോൾ വെറും പ്ലെയിനായിട്ട് കിടക്കുകയാണ്. അത് നമുക്ക് നവീകരിച്ചുകൊണ്ട് അവിടെ ഒരു ഓപ്പൺ ജിം സംവിധാനം കൊണ്ടുവരാൻ വേണ്ടി അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുക. നമ്മൾ ജയിച്ചു വന്നാൽ തീർച്ചയായും അതിന് മുൻപന്തിയിൽ നിന്നുകൊണ്ട് നടത്താനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ അംഗൻവാടി കെട്ടിടത്തിന് സ്ഥലം കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിൽ വഴിയും കാര്യങ്ങളായിട്ട് കേസിൽ നിൽക്കുകയാണ്. അപ്പോൾ അതുമായി മുന്നോട്ട് അതിൻ്റെ ബിൽഡിംഗ് പണിയുന്ന കാര്യങ്ങളിലേക്കും ആ വഴിയുടെ കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ നടപടിയുമായി തന്നെ മുന്നോട്ട് പോകും. കാലം മുമ്പ് തന്നെ സാമൂഹിക പ്രവർത്തനങ്ങളിൽ വളരെ സത്യസന്ധമായും പ്രവർത്തനം മികവോടുകൂടി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നമ്മൾ കേരളോത്സവം പോലുള്ള പ്രവർത്തനങ്ങൾ 9 കൊല്ലത്തോളം നടത്തിയും നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ കോർഡിനേറ്ററായിട്ട് 9 കൊല്ലത്തോളം ഇരുന്നൊരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഫയർഫോഴ്സിൻ്റെ 50 അംഗ സേനയുടെ ഭാഗമായിട്ട് നമ്മൾ സിവിൽ ഡിഫൻസ് അംഗമാണ്. അതുപോലെ തന്നെ നമുക്ക് കൊറോണ വന്ന സമയത്തും പ്രളയം വന്ന സമയത്തും എല്ലാം അവിടെ മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനും അതുപോലെ ഷെൽട്ടറിൻ്റെ ചാർജ് ഏറ്റുവാങ്ങാനും അത് നല്ല രീതിയിൽ പ്രവർത്തിക്കാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിന് ഭക്ഷണം, സാധനങ്ങൾ, മരുന്ന്, തീയിൽ എല്ലാ സംവിധാനങ്ങൾക്കും നമുക്ക് നേതൃത്വം നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു അവസരം കിട്ടിയാൽ നല്ല രീതിയിൽ തന്നെ നമ്മുടെ വാർഡിനെ മാറ്റാൻ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഓരോ വ്യക്തിയുടെയും ഒപ്പമുണ്ടാകുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ടാണ്. നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാന വിഷയങ്ങളെന്ന് പറയുന്നത് കഴിഞ്ഞ 25 വർഷം
ആയിട്ട് നമ്മുടെ ഈ ഇരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റിയിലും അതുപോലെ തന്നെ പടിഞ്ഞാറൻ മേഖലയിലും ഈ വാർഡിലടക്കം പ്രകടനപത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കാത്ത വിഷയങ്ങളാണ് ആദ്യം മുൻഗണന കൊടുക്കുന്നത്. കഴിഞ്ഞ 25 വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ 5 വർഷമായിട്ടും നടപ്പിലാക്കാത്ത സാധനങ്ങൾ ആദ്യം കാര്യങ്ങൾ മുൻഗണനയിൽ വെച്ചുകൊണ്ട് അത് നടപ്പിലാക്കി പിന്നീട് കാര്യങ്ങളിലേക്ക് ചെയ്യാനായിട്ടാണ്. പ്രധാന പ്രശ്നങ്ങൾ പറയുന്നത് ഒരെണ്ണം റോഡ് ഗതാഗതം. ഈ നാട്ടിലെല്ലാവരും നടക്കുന്നതാണ്, എല്ലാവരും ഉപയോഗിക്കുന്ന വഴികളിലാണ്, അത് എല്ലാവർക്കും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകും. പിന്നെ കുടിവെള്ള പ്രശ്നമുണ്ട് പടിഞ്ഞാറൻ മേഖലയിലുള്ളത്. ഈ വാർഡിനെ സംബന്ധിച്ചാണെങ്കിൽ പെരുന്തോടിൻ്റെ വിഷയമുണ്ട്. മഴക്കാലത്ത് വെള്ളം കറക്റ്റായിട്ട് ഒഴുകി പോകാത്തതിൻ്റെ പ്രശ്നങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഓരത്ത് താമസിക്കുന്ന ആൾക്കാരുടെ വീട്ടിലേക്കും പറമ്പിലേക്കൊക്കെ വെള്ളം കയറുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ. പിന്നെ ഉള്ളത് ഈ ഉണ്ടായിരുന്ന പൊതു പാർക്കുകൾ, ചെറിയ കുട്ടികൾക്കായാലും യുവജനങ്ങൾക്കൊക്കെ വന്നിരിക്കാനുള്ള സ്ഥലം ഉണ്ടായിട്ട് പോലും അതൊന്നും ഒരു തരത്തിലും ഉപയോഗിക്കാത്ത, അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ ഇട്ടിരിക്കുന്നത് വളരെ മോശമായിട്ടൊരു ഭരണമാണ്. അവരുടെ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു സംവിധാനം മാത്രമായിട്ടാണ് ഈ ഭരണം അവർ കണ്ടിരുന്നത്. എല്ലാവരും അങ്ങനെ തന്നെ കാണണം. നമ്മളിപ്പോൾ ഈ വാർഡിലേക്ക് മറ്റു പ്രവർത്തനങ്ങളായിട്ട് ഇറങ്ങുമ്പോൾ നമുക്കത് നന്നായിട്ട് മനസ്സിലാവാൻ പറ്റുന്നു. നമ്മൾ ഈ ഒരു സ്ഥാനാർത്ഥി എന്നതിൽ ഈ ഘട്ടത്തിലാണ് ഇറങ്ങിയത്. അതിന് മുന്നേ പല പരിപാടികളായിട്ടും DYFI ആയിട്ട് ഇറങ്ങുമ്പോഴും എല്ലാവരും പറയുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. ഒരു മനുഷ്യൻ്റെയോ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെയോ പ്രാഥമിക കാര്യങ്ങൾ പോലും മെച്ചപ്പെടുത്താനോ അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനോ ഒരു മുന്നോട്ട് അതിനുള്ളൊരു പ്രവർത്തനത്തിലേക്കും ചുവട് വയ്ക്കാത്തൊരു നഗരസഭയാണ് നല്ല രീതിയിലാണ് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്. യുവജനങ്ങൾ എന്ന് പറയുമ്പോൾ പഴയ കാഴ്ചപ്പാടിൽ നിന്ന് നല്ല വ്യത്യാസം ഉണ്ടായിരിക്കും. അവർ വിദ്യാഭ്യാസം ഉണ്ട്, മറ്റൊരു വിദ്യാഭ്യാസം ഇല്ല എന്നല്ല, പുതിയ കാഴ്ചപ്പാടുകളും വിദ്യാഭ്യാസം വരുമ്പോൾ മുൻകൂട്ടി അതല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്ക് കാണാനായിട്ട് അവർക്ക് ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് കുറച്ചും കൂടി കഴിവുണ്ട്. നമ്മളിപ്പോൾ ഒരു 5 വർഷത്തേക്കോ 2 വർഷത്തേക്കോ മാത്രമുള്ള പ്രവർത്തനങ്ങളല്ല, ഇനിയൊരു തലമുറ വളർന്നു വരുന്നുണ്ട്. അവർക്ക് ഈ കാരണം പ്രാഥമിക സൗകര്യങ്ങളും നാച്ചുറൽ റിസോഴ്സസ് ആയാലും എല്ലാ സാധനങ്ങളും ഉപയോഗിക്കേണ്ടതുണ്ട്. അതും കൂടി മുൻകണ്ടുകൊണ്ട് കുറച്ചും കൂടി ടെക്നിക്കലായിട്ടുള്ള പ്രൊഫഷണലായ രീതിയിൽ എങ്ങനെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാം, പ്ലാൻ ചെയ്യാം, എക്സിക്യൂട്ട് ചെയ്യാം എന്നുള്ളൊരു മാതൃക പൊതുജനങ്ങളിലേക്ക് അവതരിപ്പിക്കാൻ പറ്റുന്നുള്ളൊരു യുവാക്കൾക്ക് ഒരു ഗുണമുണ്ട്. ഫസ്റ്റ് പ്രയോറിറ്റി ഞാൻ പറഞ്ഞ പോലെ ഈ വാർഡിൽ ഇതുവരെ നടപ്പിലാക്കാത്ത നിലവിൽ പെൻഡിങ് ആയി നിൽക്കുന്ന വിഷയങ്ങൾക്കായിരിക്കും ആദ്യത്തെ പ്രയോറിറ്റി. അത് നടപ്പിലാക്കിയതിന് ശേഷം ഈ ഇവിടുത്തെ ഗതാഗതം, അതുപോലെ തന്നെ ഈ പടിഞ്ഞാറൻ മേഖലയെ ബന്ധിപ്പിച്ചുകൊണ്ടൊരു പൊതുഗതാഗത സംവിധാനം ഇല്ല. അപ്പോൾ ഒരു ബസ് റൂട്ട്, ടൗൺ ടു ടൗൺ ബസ് റൂട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഈ വെള്ളക്കെട്ടിൻ്റെ പ്രശ്നം പറഞ്ഞത്, ഈ തോട് ഈ വാർഡിനെ മാത്രമല്ല, ഈ 1, 2, 3 വാർഡുകളെ ബന്ധിപ്പിച്ചിട്ടുള്ളൊരു തോടാണ്. അതിൻ്റെ അലൈൻമെൻ്റൊക്കെ കറക്റ്റ് എടുത്ത് അതിൻ്റെ എവിടേക്കാണ് അതിൻ്റെ ഫോൾട്ടുകൾ, എവിടേക്കാണ് ഒബ്സ്ട്രക്ഷൻ വരുന്നത്, അതൊക്കെ മാറ്റിക്കൊണ്ട് വെള്ളം സുഖമായിട്ട് ഒഴിഞ്ഞു പോകാനുള്ള കാര്യങ്ങൾ ചെയ്യണം. പിന്നെ കണ്ടേശ്വരം പാർക്കിൻ്റെ വിഷയം, അതിങ്ങനെ ഒരു നാഥനില്ല കളരി പോലെ എടുക്കുകയാണ്. അതിനെ മെച്ചപ്പെടുത്തി കുട്ടികൾക്ക് അതുപോലെ തന്നെ വയോജനങ്ങൾക്കൊക്കെ ഉപയോഗമായിട്ട് വൈകിട്ട് വന്നിരിക്കാനും കളിക്കാനൊക്കെ ഉള്ളൊരു കളിസ്ഥലമായിട്ട് വരികയാണ്. പിന്നെ നമ്മളെ തൊട്ടപ്പുറത്തുള്ളതാണ് ഒരു 3.5 ഏക്കറായി 1995-2000 ഇടതുപക്ഷ മുന്നണി ഉണ്ടായിരുന്നപ്പോൾ മേടിച്ചിട്ട ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്. അത് മുന്നണി വരുന്നതനുസരിച്ചിട്ട് എന്തൊക്കെയാണ് പ്രവർത്തനങ്ങൾ അവർ പറയുന്നതിന് അത് വിജയിപ്പിക്കാനായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും സംബന്ധിച്ചിടത്തോളം ഒരു നിലവിലുണ്ടായിരുന്ന അംഗനവാടി അവിടെ വേറൊരു വന്നപ്പോൾ അവിടെ നിന്ന് പൊളിച്ചു മാറ്റുണ്ടായി. നിലവിൽ അംഗനവാടിക്ക് ഒരു കെട്ടിടമില്ല. ഒരു സ്വകാര്യ വ്യക്തി അവരുടെ ഒരു സ്ഥലത്തിന് കൊടുത്തിട്ടാണ് അംഗനവാടി ഇപ്പോൾ നിലവിൽ പണിയാനുള്ളൊരു ഇതായിട്ടുള്ളത്. അത് കൊടുത്തിട്ട് പോലും കഴിഞ്ഞ നഗരസഭയ്ക്ക് അതിൻ്റെ ഒരു നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാനോ അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കാനോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ മറ്റു പ്രവർത്തനങ്ങളുടെ ഒപ്പം തന്നെ പ്രയോറിറ്റൈസ് ചെയ്ത് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും അംഗനവാടിക്ക് ഒരു കെട്ടിടം എന്നുള്ളത്. ഞങ്ങൾ മുൻ കൗൺസിലർ അമ്പിളി ജയൻ ചെയ്ത കാര്യങ്ങളിലും ബാക്കി തുടർച്ചയായിട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. പിന്നെ ഏത് നേരത്ത് വിളിച്ചാലും ഞാൻ വിളിപ്പുറത്തുണ്ടാവും ആൾക്കാർ. ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഉദ്ദേശം. പിന്നെ കേന്ദ്ര പദ്ധതികൾ കുറേ ഉണ്ട്, അതൊന്നും ഇവിടെ ഇന്നേ വരെ ചിലവഴിച്ചിട്ടില്ല. പിന്നെ പടിഞ്ഞാറൻ മേഖല വളരെ മോശമായിട്ടാണ് കിടക്കുന്നത്, അതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കണം എന്നുള്ളൊരാഗ്രഹം നമുക്കുണ്ട്. അത് ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഉറച്ച വിശ്വാസമുണ്ട്. പിന്നെ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ട് ഒറ്റക്കെട്ടായിട്ട്. എന്നാൽ വളരെ മോശം, കാരണം പടിഞ്ഞാറൻ ഭാഗത്തേക്ക് ഒന്നുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 25 കൊല്ലത്തോളമായി കോൺഗ്രസ് ഭരിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്ത് ചെയ്തേക്കണം, ഒന്നും ചെയ്തില്ല. റോഡുകളും എല്ലാം കണ്ടാൽ തന്നെ അറിയാമല്ലോ എങ്ങനെയാണ് എന്തൊക്കെയാണെന്നുള്ളത്. കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല. നമുക്ക് റോഡ്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ശരിയാക്കാമെന്ന് പറഞ്ഞു, ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ആദ്യം കൊടുക്കുന്ന പ്രയോറിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളിലേക്ക് ചെല്ലുക, അവരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പഠിച്ച് അതിനുള്ളൊരു നിവൃത്തി ഉണ്ടാക്കുക.
അതാണ് പ്രധാനപ്പെട്ടൊരു കാര്യം ഞാൻ വിചാരിച്ചേക്കുന്നത്. പിന്നെ എല്ലാ ആഴ്ചയിലല്ല, എല്ലാ മാസങ്ങളിലൊരിക്കലെങ്കിലും ഞാൻ എല്ലാവരുടെ അടുത്ത് ചെന്നിരിക്കും.